الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ഏറ്റവും മാതൃകവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന മുത്തഖീകളായിരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. മഹാനായ പ്രവാചകൻ ഈ മില്ലത്തിന്റെ അതായത് മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച, അതോടൊപ്പം തന്നെ ഖലീലുല്ലാഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ ജീവിതം അനുസ്മരിക്കപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകളാണ് ഉള്ളത്. മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട്. ആ വഴിത്താരകൾ എന്നുള്ളത് ഓരോ മുസ്ലിമിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിൽ ഓരോ സന്ദർഭത്തിലും ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ പറയുമ്പോൾ, അള്ളാഹുവേ, ഇബ്രാഹിം നബിക്ക് എങ്ങനെയാണോ ബറക്കത്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എങ്ങനെയാണോ ബറക്കത്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എങ്ങനെയാണോ നീ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹങ്ങൾ നേരിടണമേ എന്ന് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വ്യക്തിയുടെ ജീവിതം കേവലം ഒരു വ്യക്തിയുടെ ജീവിതമായിട്ട് കടന്നു വരികയല്ല ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അത് ഇങ്ങനെയാണ്. ثُمَّ أَوْحَيْنَا إِلَيْكَ أَنِ اتَّبِعْ مِلَّةَ إِبْرَاهِيمَ حَنِيفًا وَمَا كَانَ مِنَ الْمُشْرِكِينَ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് നാം വഹയ്യ് നൽകുകയാണ്. ഒരു കേവലമല്ല, ആ വഹയ്യ് പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങൾ. ആ രണ്ട് സവിശേഷത, രണ്ട് സ്റ്റാറാണ് ഒരു വിശ്വാസിന് രണ്ട് ചുമലിലുള്ളത്. ഒന്ന് മില്ലത്ത ഇബ്രാഹിമും മറ്റൊന്ന് ഉമ്മത്ത് മുഹമ്മദും. ഡബിൾ സ്റ്റാറുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്താ കൽപ്പിച്ചത്? അനിത്തബ മില്ലത ഇബ്രാഹീമ ഹനീഫൻ
വമാ കാന മിനൽ മുശ്രിക്കീൻ. ശിർക്കൊട്ടും ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിക്കപ്പെടാത്ത ഋജുമനസ്കനായ, വളവും തിരിവും പുളവും ചതിയും വഞ്ചനയുമില്ലാത്ത മുഖ്ലിസായ ഹനീഫായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക സ്വീകരിക്കണം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മാതൃക ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു തന്നപ്പോ ജീവിതത്തിന്റെ ഏത് ആംഗിളിൽ നിന്നും, കോർണറിൽ നിന്നും, കോണുകളിൽ നിന്നും നോക്കിയാൽ അതങ്ങനെ തന്നെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചില സവിശേഷതകൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ആദർശ രംഗത്ത് കടുകിട വ്യത്യാസം ഇല്ലാതെ, യാതൊരുവിധ വ്യതിചലനങ്ങളുമില്ലാതെ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കി. ആ തവക്കുൽ എങ്ങനെയാണോ ഒരു വിശ്വാസിക്ക് വേണ്ടത് അങ്ങനെ തവക്കുൽ ചെയ്തു. അള്ളാഹുവിൽ ഒരു സെക്കൻഡ് പോലും അവിശ്വാസം ഉണ്ടായില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്റാണല്ലോ ഹസ്ബി അല്ലാഹ് എന്നുള്ളത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. തന്റെ മുൻപിൽ തന്റെ പിതാവ് അടങ്ങുന്ന മുഴുവൻ ആളുകളും തനിക്കെതിരാണ്. അവിടെ നമ്രൂദ് ഒരുക്കി വെച്ച തന്റെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഇന്നത്തെ ഈ സെക്കൻഡ് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ശത്രുത ഇല്ലാതെയായി തീരും. ഇവിടെ 100% സുരക്ഷിതമായി ആളുകൾക്ക് ജീവിക്കാൻ കഴിയും. നിർഭയമായി തങ്ങൾ വർഷാവർഷങ്ങളിൽ ദിനചര്യയായി തുടർന്നു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു വ്യത്യാസവുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ, എതിർ ഇല്ലാതെ, പ്രതിപക്ഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി 2 കാലിലും 2 കിങ്കരന്മാർ, 2 കൈകളിലും 2 കിങ്കരന്മാർ. ഇവിടെ ഇനി ഈ തീനാളങ്ങൾ ഏറ്റുവാങ്ങാനിരിക്കുന്ന അവശേഷിക്കുന്ന സെക്കൻഡുകൾ മാത്രം. ഇത്തരമൊരു ഘട്ടത്തിൽ ഞാനോ നിങ്ങളോ എത്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ ഓർത്തു നോക്കുക. എന്നിട്ട് തട്ടിച്ചു നോക്കുക. ഇബ്രാഹിം നബിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. സാമ്പത്തികമായി, ശാരീരികമായി, കുടുംബപരമായി, സാമൂഹികമായി ഒറ്റപ്പെട്ടു പോയാൽ ഒരാൾക്ക് ലഭിക്കുന്ന തവക്കുലിന്റെ പച്ചത്തുരുത്തിന്റെ അംശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ഇട്ടത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, നീ ഇബ്രാഹിമിന്റെ മേൽ ഇപ്പോൾ നിന്റെ പ്രകൃതിപരമായിട്ടുള്ള അവസ്ഥകൾ മുഴുവൻ മാറ്റിമറിക്കണം. തീയെന്ന നിന്റെ ചൂട് ഇബ്രാഹിമിനെ തണുപ്പാക്കി കൊടുക്കണം. കരിഞ്ഞു പോവുക എന്ന അവസ്ഥയിൽ നിന്ന് ഇബ്രാഹിമിന് നീ ഊർജം നൽകണം. അങ്ങനെ ഒരു പച്ച പരവതാനി വിരിച്ചതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ആ തീജ്വാലകൾക്ക് മുൻപിൽ കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു വന്നത് ഈ തവക്കുൽ കൊണ്ടാണ്, ഈ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കും മുൻപിൽ ഒരു ചെടി തൊട്ടാവാടിയുടെ മുള്ളു കുത്തിയാൽ മുൻപോട്ട് നടക്കാൻ കഴിയാതെ വരുന്നതും ഈ തവക്കുലിന്റെ കുറവ് കൊണ്ടാണ്, ഈ വിശ്വാസത്തിന്റെ ദുർബലത കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരംശം പോലും ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം സംശുദ്ധമായ ഒരു ഉത്തമ സൃഷ്ടിക്ക് ഉദാത്തമായ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്തത് വീണ്ടും ഇങ്ങനെ കാണാൻ പറ്റും. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ. ഒരു ചെറിയ ആയത്താണ്. ആ ആയത്തിൽ കൂടി അള്ളാഹു പറയുന്ന സവിശേഷത എന്താണെന്നറിയോ? ഒന്നാമത്തത്, ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഒരു സമുദായം, ഒരു മാതൃകാ നേതാവ്, ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, ഒരു സമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിച്ചെടുക്കാൻ, ഒരു രാഷ്ട്രം മുഴുവൻ നന്നാക്കിയെടുക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ യഥാർത്ഥമായി സ്ഫുടം ചെയ്തെടുത്ത ഈ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിക്കാൻ
ഒരു സമൂഹം ചെയ്യേണ്ട ദൗത്യം മുഴുവനും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചുമലിൽ വെച്ചു. പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കാളകൾ, രണ്ടു കാളകളെ കെട്ടിവലിക്കുന്നതും ഒറ്റക്കാളെ വലിപ്പിക്കുന്നതുമായിരുന്നു. സമൂഹത്തിലെ ഒറ്റയാനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് ഭക്തി കാണിക്കുന്നവനായിരുന്നു, നിരാശപ്പെട്ടില്ല. നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെ അള്ളാഹുവിന്റെ ദീന് ജനങ്ങൾക്കിടയിൽ പ്രബോധനം നിർവഹിച്ചിട്ടും ഒരാൾ പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഉപ്പ പോലും അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ ഒരു നിരാശയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് മാത്രം ഒരു പ്രബോധകന് നിർവഹിക്കാൻ അത്രയേ ഉള്ളൂ. ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എങ്ങനെ സ്വീകരിക്കും, അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരാളും പരിഗണിക്കേണ്ടതില്ല. തന്നിൽ അർപ്പിതമായ കടമയും കടപ്പാടും ബാധ്യതയും നിർവഹിക്കുമ്പോൾ അതിന് രക്ഷയും സമാധാനവും വിജയവും സഹായവും ഒക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ ആ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്നുള്ളത് അള്ളാഹ് വെറുതെ പറഞ്ഞതല്ല. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് കണ്ണോടിച്ചാൽ സാക്ഷ്യം നിൽക്കുന്ന ചരിത്രത്തിന്റെ രേഖകൾ നമ്മോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫൻ, വീണ്ടും അല്ല പറയാ, ഹനീഫായിരുന്നു, റുജു മനസ്കരായിരുന്നു. വലം യകുൻ മിനൽ മുശ്രിക്കീന, ശിർക്കിന്റെ അംശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വേള പോലും കടന്നു വന്നിട്ടില്ല. അതിനൊക്കെ കാരണമായി തീർന്നേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ ഷാകിറൻ ലി അൻഉമിഹി, മറ്റൊരാൾക്കുമില്ലാത്ത സവിശേഷത. എന്തുകൊണ്ട് 1,00,000-ലധികം പ്രവാചകന്മാർ ഭൂലോകത്ത് വന്നിട്ടും അവരിൽ നിന്നൊക്കെ സവിശേഷമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഖലീലുല്ലാഹി എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ആ ഖലീലായി സ്വീകരിച്ച് ഖലീലായി മുദ്രകുത്തി ഖലീലായി സവിശേഷപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണെന്നറിയോ? ഒരൊറ്റ പോയിന്റാണ്. അതിനെ സംബന്ധിച്ച് ദീൻ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് പറയുന്നത് ഷാകിറൻ ലി അൻഉമിഹി, എല്ലാ നന്മകൾക്കും പകരമായി ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഖലീലുല്ലാഹി എന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തു. മാത്രവുമല്ല അദ്ദേഹത്തെ ചാരിയ, നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ചാരിയ കുടുംബത്തിലെ പത്നിക്കും മക്കൾക്കും ഒക്കെ ആ സവിശേഷത കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ആ വിഷയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സുദീർഘമാണ്, എന്നുള്ള വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. അള്ളാഹുവിന്റെ ഖളാ ഉണ്ടായി, 2 മക്കളുണ്ടായി. ആ മക്കളിൽ ഇസ്മായിലിനെയും ഉമ്മയായ ഉമ്മ ഇസ്മായിൽ എന്ന ഹാജറിനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. അവിടെ നടന്നെത്തി. നമുക്കറിയാം 80 വയസ്സിലപ്പുറം പ്രായമുണ്ട്. ഇറാഖിൽ നിന്ന് മക്ക വരെയുള്ള ദൂരം ഇന്നൊക്കെ ഒന്ന് ഗൂഗിൾ മാപ്പ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക, എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു ഓട്ടോറിക്ഷ ഇല്ല, സൈക്കിളില്ല. ഞാനും നിങ്ങളൊക്കെ കുഞ്ഞുനാളിൽ കളിച്ചിരുന്നില്ല, തെങ്ങിന്റെ പാള അങ്ങനത്തെയിലൊന്നും ഇരുത്തിട്ട് വലിച്ചു കൊണ്ടുവരാൻ പോലും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. നടന്നിട്ടാണ് വന്നത്. പ്രസവിച്ചിട്ട് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ, പേറ്റുനോവ് മാറിയിട്ടില്ല. കൂടെ ആയയില്ല, വെള്ളം വീഴ്ത്തിയില്ല, ഫ്രൂട്ട്സിന്റെ പെട്ടി ഓട്ടോറിക്ഷ ഇല്ല, ഹോം നേഴ്സ് ഇല്ല, ലക്ഷങ്ങളും കോടികളും ഇല്ല. ആകളുടെ എന്താ ചരിത്രം പറയാ, ഇൻദഹുമാ ജിബാറൻ ഫീഹി തംറ, ഒരു കീറിയ സഞ്ചിയിൽ കുറച്ച് കാരക്കയുണ്ട്. വസിഖാഉൻ ഫീഹി മാഉൻ, ഒരു തോലിന്റെ ഒട്ടിയ ദ്രവിച്ച നുരുമ്പിയ വെള്ളത്തിന്റെ പാത്രത്തിൽ ഒരൽപ്പം വെള്ളമുണ്ട്. അതവിടെ വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞാകുന്ന ഇസ്മായിൽ അവിടെ കിടത്തി കൊടുത്തിട്ട് ഹാജരാകുന്ന ഉമ്മു ഇസ്മായിൽ അവിടെ നിർത്തിയിട്ട് അദ്ദേഹം തിരിഞ്ഞു പോരുകയാണ്. ഉമ്മു ഇസ്മായിൽ, ആ ഉമ്മു ഇസ്മായിലിന്റെ കണ്ണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ പോവാം. ഇന്നത്തെ പോലെയുള്ള സഫ നമുക്ക് കാണാം, മർവ നമുക്ക് കാണാം, മറ്റിതര മലമേടുകളും വെടുക്കുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അന്നത് മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കുന്നിന്റെ ചെരുവിലേക്കും മറയുമ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ സാബൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ കാഴ്ച കണ്ണിൽ നിന്ന് മറയുമ്പോഴും അവർ പറഞ്ഞു, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്റുകുഹാ കുന ബിഹാദൽ വാദ്,
ലൈസ ലത്തി അനീസും ഫീഹി വലാ മാഉൻ ഫീഹി വലാ ശജറുൻ ഫീഹി വലാ ഹയവാനുൻ ഫീഹി. ഇബ്രാഹിം, ഇവിടെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവിടെ മനുഷ്യന്റെ വാസമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇവിടെ ഒരു മരത്തിന്റെ നാമ്പിൽ മുളയ്ക്കാൻ സാഹചര്യമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു തുള്ളി വെള്ളമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഹജറ ബീവി ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുക. ഒരു മറുപടിയില്ല, ഒരു മറുപടിയിൽ കിട്ടാനില്ല. ഇവിടെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുമ്പോ ഒരു ചോദ്യം കൂടി, ഇബ്രാഹിമെ, നിങ്ങൾ നൽകിയ മറുപടികളൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം നിങ്ങൾ അവരൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ നിർബന്ധമായി പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ സ്ഥാനത്തൊക്കെ നമ്മൾ നമ്മുടെ ഭാര്യ വെക്കണം കേട്ടോ. ആ സ്ഥാനത്ത് നമ്മളൊന്ന് കാണണം കേട്ടോ. കാരണം കയ്യിലുള്ള തമ്ര എപ്പോഴും തീരാവുന്നതാണ്. ഫ്രിഡ്ജിൽ ശീതീകരിച്ച മാംസം ഒരു ഭാഗത്തും മത്സ്യം വേറൊരു ഭാഗത്തും പച്ചക്കറി വേറൊരു ഭാഗത്തും ഇരുന്നിട്ടായിരിക്കുന്ന പച്ചക്കറി എടുത്ത് വലിച്ചെറിയാം, ചീഞ്ഞു നാറിയ മാംസം എടുത്ത് വലിച്ചെറിയാം, ചീഞ്ഞു നാറിയ മത്സ്യത്ത് വലിച്ചെറിയാം. എന്നിട്ടാണ് പുതിയതിനു വേണ്ടി ആവശ്യപ്പെടുന്നത്. ചാക്കിലിരിക്കുന്ന അരി ഇരുന്നോടത്തിരുന്ന് ദ്രവിച്ചിട്ട് അടിഭാഗം മുഴുവൻ ദ്രവിച്ച് അവിടെയൊക്കെ കുത്തേണ്ടത് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ചാക്കരക്കത്ത് വലിച്ചെറിയ. അവിടെയാണ് നമ്മുടെ ഭാര്യമാരെ കാണുന്നത്. ഉടുത്ത വസ്ത്രം ഒറ്റ പ്രാവശ്യം എടുത്തതിന് ശേഷം അടുത്ത കല്യാണത്തിന് ഇനിയും വസ്ത്രം വേണമെന്ന് പറയുന്ന ഭാര്യമാരെയാണ് നമ്മൾ കാണേണ്ടത്. ഉടുത്ത വസ്ത്രത്തിന്റെ നീളവും വലിപ്പവും മതിയാകാതെ, പിതാവിന്റെ കാശ് തികയാതെ, പിതാവിനെ പുലഭ്യം പറഞ്ഞ് പടിയിറങ്ങി പോകുന്ന മക്കളുള്ള ഭാഗത്താണ് നമ്മൾ ഹാജറിനെയും ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ഒക്കെ കാണേണ്ടത്. അതുകൊണ്ട് ന്യായമായും എനിക്ക് കിട്ടേണ്ടൊരു മറുപടിയുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചു, ഹാജർ ചോദിക്കുകയാണ്, ഇബ്രാഹിം, ഈ കൽപ്പനയും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണോ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നിഷ്ടപ്രകാരം ഒന്നും നിർവഹിച്ചിട്ടില്ലാത്ത ഇബ്രാഹിം നബി കുടുംബത്തിന് വേണ്ടി ഒരു കാലെടുത്ത് വെക്കുമ്പോൾ 10,000 വട്ടം ആലോചിക്കുന്ന കുടുംബനാഥന്മാർ ചിന്തിക്കണം. ഒരിക്കലും തന്റെ ഇഷ്ടങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും വേണ്ടിയല്ല കുടുംബമാകുന്ന ഭാരം വലിക്കേണ്ടത്. അള്ളാഹിന്റെ കൽപ്പന പ്രകാരമായിരിക്കണം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശേഷമുള്ള സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു അത്താണിയായി മാറും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നഅം, അതേ ഹാഗർ, അള്ളാന്റെ കൽപ്പനയാണ്, എന്റെ ഇഷ്ടമല്ല, എന്റെ വികാരമല്ല, എന്റെ പൊന്നുമോൻ എന്ന് കണ്ടിട്ട് കൊതി മാറിയിട്ടില്ല. ആ ചോര പൈതലിന്റെ മണം എന്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല. നീയുമായിട്ടുള്ള സഹവാസം എനിക്ക് ഒന്നും ആയിട്ടില്ല ഹാജർ. എന്നിരുന്നാൽ പോലും അള്ളാന്റെ കൽപ്പനയാണ്. അവർ പറഞ്ഞു, ഖാലത്ത് ഇദൽ ലാ യുളയ്യിഉന, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. ആരാ പറഞ്ഞറിയോ? ഒരു ഭർത്താവിൽ നിന്നും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇന്നലെ വളർന്നതാ. ചരിത്രം നമുക്കൊക്കെ അറിയാം. സാറ എന്ന ബീവിക്ക് കിട്ടിയ സമ്മാനം തന്റെ പ്രിയതമന് വേണ്ടി പങ്കുവച്ചു. ഭാര്യമാർ ചിന്തിക്കണം, ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കേൾക്കുമ്പോഴും ജീവിതത്തിലുമൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ പങ്കുവെക്കലിന്റെ സുഖം അനുഭവിച്ച ഹാജറ ബീവി പറയുകയുണ്ടായി, ഒന്നുമില്ലായ്മയിൽ ഒരു അടിമയായിരുന്നു. ആ ചന്തയിൽ നിന്ന് കിട്ടിയ ഒരു അടിമ പിന്നെ പ്രവാചകന്റെ പത്നിയായി, മറ്റൊരു പ്രവാചകന്റെ ഉമ്മയായി മാറി. അവര് പറഞ്ഞതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം കിട്ടിയത് ആ ആദർശത്തിന്റെ തണലിൽ നിന്നുകൊണ്ടാണ്. തവക്കുലിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ മകുളോദാഹരണമായി ഇവർ മാറിയത് ആ ആദർശത്തിന്റെ മണമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ലാ യുളയ്യിഉനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ ഒഴിവാക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല, പാഴാക്കുകയില്ല. ആ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം. അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ലെന്ന് പറയാൻ മാത്രം ആദർശ പ്രതിബദ്ധത ദീനുൽ ഇസ്ലാമിൽ ഇത്രകാലം ജീവിച്ചിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്ന പ്രാർത്ഥനകളുടെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയായിരുന്നു. അതിൽ ഒരു പ്രാർത്ഥനയാണ് 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്, റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണം. ഇബ്രാഹിം നബി അല്ല നമ്മൾ, ഖലീലുല്ലാഹി അല്ല നമ്മൾ, സാധാരണക്കാരായ പച്ച മനുഷ്യന്മാരാണ്. ഞാനും നിങ്ങളും 10,000 വട്ടം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. ജോലിത്തിരക്കിന്റെ ഇടയിൽ
പ്രാരാബ്ദത്തിന്റെ ഇടയിൽ, ജീവിത സാന്ധായനകൾക്കിടയിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചാലും ഒരു വക്ത നമസ്കാരം മാറ്റിവെക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നിസ്കാരവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആത്മീയമായ ബന്ധം ഈ ഹൃദയത്തിൽ നീ അങ്കുരപ്പെടുത്തണേ റബ്ബേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടേതാണ്. അതൊക്കെ നിർവഹിച്ച ആളുകളായിരിക്കുന്നത്. പക്ഷേ ശേഷമുള്ള പ്രാർത്ഥന എന്താ? വമിൻ ദുർരിയതി, എന്റെ മക്കളിൽ നിന്നും റബ്ബന വതഖബ്ബൽ ദുആ, അല്ലാഹുവേ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്റെയും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ അനുസ്യൂതമുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. പടച്ചോനെ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരും എന്റെ കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും ഒക്കെ നമസ്കാരം നിലനിർത്തുന്നവരിലും ഉൾപ്പെടുത്തി അല്ലാഹുവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അല്ലാഹു നമ്മിൽ നിന്ന് പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരീക്ഷയുടെ ഫലങ്ങൾ അറിഞ്ഞ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പാരന്റ് എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നൽകേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാധ്യത എന്താ? ആധുനിക ലോകത്തുള്ള മുഴുവൻ ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഉന്നതമായ വിദ്യാഭ്യാസം എന്നാണ്. ശരിയാണ്. പക്ഷെ അക്കൂട്ടത്തിൽ ഒരു ചെറിയ തിരുത്തൽ കൂടി വേണം. അറിവ് നേടുന്നതിനേക്കാൾ ഉപരിയായി തിരിച്ചറിവുണ്ടാകാനുള്ള ഒരു ടെസ്റ്റിംഗ്. ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ ബാപ്പ ഒരു ATM കൗണ്ടറാണെന്ന് പറയുന്ന ലോകത്തല്ല നമ്മുടെ മക്കൾ ഉണ്ടാകേണ്ടത്. ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ഷെഫ് അല്ല. ആ വിയർപ്പിന്റെ ഗന്ധം ഉമ്മ ആരാന്ന് ചോദിച്ചാൽ തൻ്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മയ്യത്താകുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് തൻ്റെ അരികിൽ ഇങ്ങനെ നിർത്തുമ്പോൾ മരിച്ചു കിടക്കുന്നതിന് തുല്യമായി കിടന്നിരുന്ന ഒരു ഉമ്മയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു സമ്മാനമുണ്ട് ഉമ്മ. അതാണ് മരണം വരെയ ഉമ്മ. ഉപ്പ ആരാ? ഉപ്പ എന്ന് പറഞ്ഞ ജീവിതമാകുന്ന ഈ കേക്ക് അല്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥത്തിന് ഏറ്റവും അനുയോജ്യമായ ടേസ്റ്റ് നൽകുന്ന ഉപ്പ. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ജീവിതമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, അത് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാധ്യതയും സമ്മാനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. മാ നഹ്ല വാലിദുൻ വലദുൻ നഹ്ലൻ അഫ്ളു മിൻ അദബിൻ ഹസൻ. നല്ലൊരു സംസ്കാരം നൽകുക എന്നുള്ളതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു, 11 എവിടെ, 12 എവിടെ, 12 കഴിഞ്ഞു ഡിഗ്രി എവിടെ? ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്തോ നല്ല ഹോസ്റ്റൽ തിരയണം, നല്ല ട്യൂഷൻ കിട്ടുന്ന ഭാഗം തിരയണം, നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ തിരയണം, ഒക്കെ വേണം, എല്ലാം വേണം. പക്ഷെ അവിടെ നമുക്ക് അതിനൊക്കെ മുമ്പ് തൻ്റെ ബാപ്പാൻ്റെയും ബാപ്പയും ഉണ്ടാക്കിയ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പിതാവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞ ഒരു തെരച്ചിൽ അനിവാര്യമായി നമ്മളെ നടത്തണം. നേരത്തെ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, ആ ചരിത്രമൊക്കെ കഴിഞ്ഞു ഹാജറുമായിട്ടുള്ള സംസാരവും കഴിഞ്ഞിട്ട് ആ മലയുടെ മുകളിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങോട്ട് പോയി ഇബ്രാഹിം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. എങ്ങോട്ട്? അവിടെ ബൈത്തുണ്ട് എന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം, മറ്റൊന്നും അറിയില്ല. പിന്നെ അവിടെ ആകുള്ളത് എന്താ? തൻ്റെ ഭാര്യയും കുഞ്ഞും മാത്രമാണ്. 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവോട് തേടുന്ന ഒരു തേട്ടമുണ്ട്. അതാണ് രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു പാരന്റ് എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്തും തുടർന്നുള്ള ജീവിത രംഗത്തൊക്കെ നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറമ ലിയുഖീം റബ്ബനാ ലിയുഖീമുസ്സലാം. റബ്ബന ഇന്നി അസ്കൻതു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുർരിയതി, എൻ്റെ സന്താന പരമ്പരകളെ, ബിവാദിൻ ഗൈറ ദീ സറഇൻ, ഇവിടെ കൃഷിയോജ്യമായി എന്തെങ്കിലും നട്ടുനനച്ചുണ്ടാക്കിയിട്ട് ഉപജീവനം കഴിക്കാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല, കൃഷിയും ഇല്ല. പക്ഷെ ഒന്നുണ്ട്, ഇൻദ ബൈതികൽ മുഹറം, പരിപാവനമായ നിന്റെ ഭവനത്തിന്റെ അരികിലാണ് റബ്ബേ ഞാൻ അവരെ ആക്കിയിട്ടുള്ളത്
എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് മടക്കാനുള്ളതൊക്കെ മടക്കി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഹോസ്റ്റലിലാക്കി അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ എൻ്റെയും നിങ്ങളെയൊക്കെ മനസ്സിലാണ് ഓർമ്മ വരണം, എൻ്റെ മോൾക്ക് 5 നേരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങി വന്ന് നിസ്കരിക്കാൻ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ? 10-18 കൊല്ലക്കാലം ഞാൻ വളർത്തിയുണ്ടാക്കി എൻ്റെ മകനെ കൂടെ കൊണ്ട് നടന്നതാ. അവന് വെള്ളിയാഴ്ച ഒരു ജുമാ നിസ്കരിക്കാനുള്ള സൗകര്യം അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? പരിശോധിച്ചില്ല എങ്കിൽ ആ പേരന്റ് എന്നുള്ള സ്ഥലത്ത് എൻ്റെയും നിങ്ങളുടെ പേരെഴുതാനുള്ള യോഗ്യതയും അർഹതയും നമുക്കില്ല എന്നർത്ഥം. പൈസ കൊടുക്കുന്ന ആളല്ല പേരന്റ്, വിദ്യാഭ്യസിക്കുന്ന ആളല്ല. അതൊക്കെ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി 10ാം ക്ലാസ്സിലെ സ്കൂൾ ടീച്ചറുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞില്ലേ? +2 കഴിയുന്നതോട് +2 ടീച്ചർ ബന്ധം പിരിഞ്ഞില്ലേ? പൈസ കിട്ടുന്നതോട് മാതാപിതാക്കളുടെ ബന്ധം പിരിഞ്ഞു. അത് കിട്ടിയില്ലെങ്കിൽ അപ്പം കാണാം തനി നിറം. പക്ഷെ ഇത് കിട്ടിയാലോ? ഇത് കിട്ടിയാൽ എല്ലാം കിട്ടി, ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്തിനാ അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്നത് എന്ന് കൂടി അദ്ദേഹം പറയാം. റബ്ബന, വെറുതെ നിന്റെ കഅബത്തിന്റെ അരികിൽ കൊണ്ടുപോയി നിർത്താനല്ല. ഞങ്ങളൊക്കെ അവിടെ അങ്ങനത്തെ ഹതഭാഗ്യവന്മാരുണ്ട് സഹോദരന്മാര്. കഅബത്തിന്റെ അരികിൽ പോയി ജോലി ചെയ്തിട്ട് ഒരു ഉംറക്ക് പോലും ഒരു ഹജ്ജിന് പോലും പറ്റാത്ത എത്രയോ വർഷങ്ങൾ ജീവിച്ച ആൾക്കാർ, അതിൽ നിന്ന് പോയിട്ട് ഒരു 900 റിയാലിന് ജോലി ചെയ്തിട്ടും അവിടെ പോയിട്ട് ഉംറ നിർവഹിക്കാൻ കഴിയുന്ന ആൾക്കാരും ഇല്ലേ? ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം, ഇതതിന്റെ സമയം കൂടി ആയതുകൊണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് റബ്ബന ലി യുഖീമുസ്സലാ, നമസ്കാരം നിർവഹിക്കുന്നവരെന്നല്ല, അത് നിലനിർത്തുന്നവരാക്കി തീർക്കാൻ വേണ്ടിയാണ്. വളർന്നു വരുന്ന മക്കളെ ദീനിയായ ചുറ്റുപാടിൽ വളർത്തിയുണ്ടാക്കി അവരുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലെത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളായി വളരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇരുലോകത്തും പുറത്ത് മാപ്പാക്കി തന്നെ മറച്ചുവെച്ച് നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ. അതിക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ ഉറ്റവരും ഉടയവരുമായ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും കൂട്ടുകാരും അയൽവാസികളും നാട്ടുകാരുമായി നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി ഈ മജ്ലിസിലും അതുപോലെ തന്നെ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലായ്പ്പോഴും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖവയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും മർദ്ദനത്തിനും പീഡനത്തിനും കഷ്ടപ്പാടിനും വിധേയമാകുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ശക്തിയും സഹായവും സേമുഷിയും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി നിർഭയത്വത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വذرياتنا قرة أعين وجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين.
الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.